ഫൈവ് സ്റ്റാർ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചമ്മന്തിപ്പൊടിയാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേണ്ടത് ഒരു 3 തേങ്ങയുടെ പീരയാണിത്. 3 തേങ്ങ, പിന്നെ വേപ്പില ആവശ്യത്തിന്, പിന്നെ പുളി വേണം, ഒരു അല്പം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ചുവന്നുള്ളി, കുരുമുളക്, വറ്റൽമുളക്, പിന്നെ ഉഴുന്ന്. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷമാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇത് മാറ്റണം. ഉഴുന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങയിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഈ പുളി ചെറുതായിട്ട് നീർക്കുരി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇത് മൂത്ത് വരണം. ഇത് നല്ലതുപോലെ മൂക്കണം. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് തീക്കിടാൻ നന്നായിട്ട് മൂക്കണം. നല്ലതുപോലെ മുരിഞ്ഞ് വരണം. ഇത് ഇപ്പം ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ മൂത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വേപ്പിലയൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട്. അതാണ് നമ്മുടെ കണക്ക്. നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഇറക്കി തണുത്തിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ചമ്മന്തിപ്പൊടിക്ക് ഉള്ളത് നമുക്ക് ഒരലിട്ട് ഇടിച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തിപ്പൊടി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് ചോറിൻ്റെ കൂടെ, ഇഡലി, ദോശ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. പിന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൻ്റെ കൂടെ കൊടുത്തുവിടാം. പിന്നെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഇത് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.